തികച്ചും ഈ സമരത്തിന്റെ രീതി ഗതിവിഗതികൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ കേരളം ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുള്ള ഒരു നാടാണ്. ഈ സമരത്തിന്റെ പ്രത്യേക രീതി, ആ സമര രീതി കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സുനിൽ കനകോലുവിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. സുനിൽ കനകോലു എപ്പോഴും തന്റെ സന്തത സഹചാരികളോട് പറയാറുള്ള ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാവോ? എലക്ഷൻ ജയിക്കുന്നത് വികാരങ്ങളാണ്, അല്ലാതെ ലോജിസ്റ്റിക്സ് അല്ല. അങ്ങനെ വികാരം ഇളക്കിവിടുന്ന ഡീൻ കുര്യാക്കോസ്, ഞങ്ങളുടെ ഡീൻ കുര്യാക്കോസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ എവിടെ നിന്നാണ് ഈ സമരം വരുന്നതെന്നും ആരാണിത് സ്പോൺസർ ചെയ്തതെന്നും. അതുപോലെയുള്ള എസ് യു സിക്കാര് ജമാഅത്ത് ഇസ്ലാമിക്കാര് UDFന്റെ പിന്തുണയോടുകൂടിയാണ് ഈ സമരം വരുന്നത്. ഈ സമരം ഉണ്ടായിട്ടുള്ളത് ചർച്ചയ്ക്ക് ഒരു വശമതല്ല, സർക്കാരിനെ താറടിച്ച് കാണിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ സമരത്തിൽ ഇറങ്ങിയത്. 700 രൂപ ദിവസക്കൂലി എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇവർക്ക് ഓണറേറിയം അല്ലാതെ കൊടുക്കാൻ വകുപ്പില്ല. അവർ തൊഴിലാളികൾ എന്നുള്ള രീതിയിൽ അവരെ അങ്ങനെയല്ല അംഗീകരിച്ചിട്ടുള്ളത്. തൊഴിലവകാശങ്ങളുള്ള ഒരു സംഘടനയല്ല. ധൈര്യമുണ്ടോ ഞങ്ങളുടെ ഇടയിൽ വന്ന്, ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ വന്ന് ഞങ്ങൾ സമരം ചെയ്യുന്നിടത്ത് വന്ന് പറയാൻ അദ്ദേഹത്തിന് ആംബിയറുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണോ? ആണെങ്കിൽ ഇപ്പൊ പറയണം, ഞങ്ങളുടെ മുൻപിൽ വന്ന് പറയണം. അത് ഞങ്ങൾ ശരിക്കും കൊടുക്കും മറുപടി. ഇതൊക്കെ ഇവരുടെ വെറും താന്തോന്നിത്തരം മാത്രമാണ്. ഈ സമരത്തെ വഴി തെളിച്ച് ഗതി മാറ്റി തിരിക്കാൻ വേണ്ടി ഇവര് പറയുന്ന വാക്കുകളാണ്. അത് ഈ കേരള പൊതുസമൂഹം കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞു. ഇതൊന്നും ഞങ്ങളുടെ അടുത്ത് വിലപ്പോകൂല. ഞങ്ങള് 16 17 വയസ്സായ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളല്ല. ജീവിതം എന്താണെന്നറിഞ്ഞ് കൃത്യമായി ജീവിതത്തെ അടുക്കും ചിട്ടയോടും കൂടി ഓരോ സമൂഹം എങ്ങനെ പോകണമെന്ന് കണക്കാക്കി പോകുന്ന ആശാവർക്കർമാരാ ഞങ്ങള്. 1 2 പ്രായമല്ല ഞങ്ങള്. 10 58 60 വയസ്സായ അമ്മമാരാ ഇവിടെ ഇരിക്കുന്നത്. ധൈര്യമുണ്ടോ ഇയാൾക്ക് ഇവിടെ വന്ന് പറയാൻ? ഞങ്ങള് വെല്ലുവിളിച്ചിരിക്കുന്നു. വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണോ? എന്നിട്ട് പറയാം ബാക്കി കാര്യം.